ഒരു ആംഗിൾ ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഹെലികോപ്റ്റർ കാണുന്ന സമയത്ത് രണ്ടും നമ്മൾ ഒറിജിനൽ തന്നെ കാണിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആംഗിൾ കാണിക്കുന്ന സമയത്ത് രണ്ട് ഹെലികോപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ വെച്ചാൽ നമ്മൾ ഈ ഹെലികോപ്റ്റർ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവരും. എയറിൽ നിന്ന് ഫയർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ക്രെയിനിൽ ഹാങ് ചെയ്തിട്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൊപ്പല്ലർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഗ്രാഫിക്സ് ഇല്ല. പിന്നെ ലാൽസാറിൻ്റെ ഇൻട്രോ ചെയ്തിട്ടുള്ളത് നമ്മൾ ലഡാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹെലികോപ്റ്റർ ഈ പറഞ്ഞ ഉണ്ടാക്കാൻ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്? ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പെരുമ്പാവൂർ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. എങ്കിലും ഇത്രയും ഈ ലൊക്കേഷൻ നോക്കി ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ലൊക്കേഷൻ ഏതാ? അപ്പോൾ നമ്മൾ ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ ആ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ പുറകിലേക്ക് നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഇങ്ങനെ ലെങ്ത്തിൽ. അത് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ആ ഫോറസ്റ്റ് എവിടെയായിരുന്നു? ഫോറസ്റ്റ് പാലക്കാട് ഏരിയയിലാണ്. പാലക്കാട് ഏരിയയിലാണ്. അത് ഷൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു? നമ്മളതിനകത്ത് കുറച്ച് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഫോറസ്റ്റിന് നമുക്ക് ആ ഗ്രൗണ്ട് ഫൈറ്റ് നടക്കണം, അവിടേക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സ് എത്തണം. കുറച്ച് മരങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് മരം ഉണ്ടാക്കലും ഇതെല്ലാം കൂടെ എനിക്കൊരു 1 month സമയം എടുത്തിട്ടുണ്ട്. ഈ ഒരു മരം പിന്നെ അതിൻ്റെ ലീഫ് സെറ്റിങ്ങും, ലീഫ് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമ ടിയാൻ്റെ ഒരു 1-2 റെഫറൻസ് ഫോട്ടോസ് ഞാൻ അയച്ചു. ഈ ഒരു മൂഡ് പിടിച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പെർഫെക്റ്റ് ആണ് ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നത്. 400 പേര് വരെ വന്നിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടായിട്ട് അതിൽ നമ്മൾ സെറ്റ് വർക്കുകൾ നടക്കുന്ന സമയത്ത്. എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു ശരിക്കും എമ്പുരാൻ? 28 മാസം, അതായത് 2 വർഷം 2 മാസത്തോളം എടുത്തിട്ടുണ്ട്. 4 മാസം എടുത്തിട്ടുണ്ട്. 28 മാസം. ടിയാൻ സമയത്താണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. ഞാനൊന്നും പ്ലാൻ ചെയ്യില്ല. പുള്ളി ഇപ്പം നമ്മളെ വയ്ക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ തന്നെ ചൊല്ലുന്നോ നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് എങ്ങനെയാണോ ഒരു ആർട്ട് ഡയറക്ടറുടെ കൂടെ നിങ്ങൾ നിന്നത്, അതേപോലെ തന്നെ എനിക്കൊരു ആർട്ട് ഡയറക്ടർ അതേമാതിരി തന്നെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ട് നിങ്ങളോട് ഉണ്ടായിരിക്കുന്നു. എമ്പുരാനിൽ ഞങ്ങളെ ഞെട്ടിച്ച ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. എമ്പുരാനെ പറ്റി മേക്കേഴ്സ് പറഞ്ഞിരുന്നത് കറക്റ്റ് ലൊക്കേഷനിലാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ്. നമ്മൾ കണ്ടതിൽ എത്ര ശതമാനം ആർട്ട്, എത്ര ശതമാനം റിയൽ? ഒരുപാട് എല്ലാ ലൊക്കേഷനും എനിക്ക് റോഡുകളൊക്കെ ഉള്ളൂ നമ്മൾ ആർട്ട് ടച്ച് ചെയ്യാത്ത പരിപാടി. എന്നാൽ പിന്നെ റോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ ലൊക്കേഷനിലും നമുക്ക് ഇപ്പം സിനിമയുടെ സ്ക്രിപ്റ്റിന് അനുയോജ്യമായ രീതിയിൽ അതിനെ കൺവെർട്ട് ചെയ്യണം. ചിലതിൽ ഇപ്പം നമുക്ക് പല ലൊക്കേഷൻ നമുക്ക് കുറച്ച് സപ്പോർട്ടുള്ള സ്ഥലങ്ങളെ നമ്മൾ കണ്ടെത്തുള്ളൂ. അതിൽ നമുക്ക് ആ സ്ഥലം എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറായിട്ട് കൺവിൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് ചിലപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കരഘോഷ് സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത് ചെന്നൈയിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഇറാഖി കോസ്റ്റ് ടൗൺ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ എന്തുകൊണ്ട് പോയി ഷൂട്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബിൽഡിംഗ് അബാൻഡായിട്ടുണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ ബിൽഡിംഗ് നമ്മൾ ഒരിക്കലും കാണിക്കുന്നില്ല. പക്ഷേ അത് നോർമൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സും പരിപാടിയും കാര്യങ്ങളും. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വിൻഡിനെയൊക്കെ സ്ട്രോങ് ചെയ്യണം. ആ സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം സാധനങ്ങൾ ഒരു സ്ട്രക്ചർ നമ്മൾ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ചർച്ചിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ഇട്ടിരുന്നു അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അതും അതിലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിലത്ത് ഉപയോഗിച്ചൊരു വോളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക പല സ്ഥലങ്ങളും. അപ്പോൾ അതുമാതിരി നമ്മളിപ്പോൾ ഗുജറാത്തിലെ പാലസ്, അപ്പോൾ ഹവേലി എന്നാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്, ഹവേലി. അപ്പോൾ അത് ആ പാലസ് അവിടെ ഉണ്ട്, അംബിക നിവാസ് പാലസ് എന്ന് പറഞ്ഞിട്ട് മുളിയിലാണ് ഗുജറാത്തിൽ തന്നെ. പക്ഷേ ആ സ്ഥലത്ത് നമ്മളിപ്പം ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. അതിന് ഫ്രണ്ട് മൊത്തം ഗാർഡൻ ആയിരുന്നു. വലിയ ഒരു 4 ഏക്കർ 5 ഏക്കർ സ്ഥലമുണ്ട് ആ മുറ്റം എന്ന് പറയുന്നത്. ആ മുറ്റം മൊത്തം ഗാർഡൻ ആയിരുന്നു. അവിടെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ മൊത്തം ഗാർഡൻ മൊത്തം റിമൂവ് ചെയ്തിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അതിൽ നമ്മളൊരു പാലസിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഒരു എന്താ പറയുക പ്ലെയിൻ ആയിട്ട് ഒരു മുറ്റന്മാരി ഒരു സ്ഥലം കിട്ടുക, അത് കഴിഞ്ഞിട്ട് ഒരു ഗേറ്റ് ഉണ്ടാവുക, ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലം വേണം, ഒരു 3 ഏക്കർ സ്ഥലം വേണം. അവിടെയാണ് ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യലും വില്ലന്മാരും പിന്നെ ഗേറ്റ് ഇടിച്ച് പൊളിക്കുന്നതും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നോക്കൽ തന്നെ വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു. അതിനാൽ നമ്മളൊരു 7-8 മാസം ഞാനും അസോസിയേറ്റ് ഡയറക്ടർ ഭാവയും കൂടി നടന്നിട്ടാണ് പല സ്റ്റേറ്റ് കൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മളെ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. ഈ ഒറ്റ ലൊക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പിന്നെ ഷിംലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷിംല നമ്മൾ അതുമാതിരി നമ്മൾ ഗുജറാത്തിലെ സീൻ തന്നെ അല്ലല്ല, ഷിംല ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണിക്കുന്നതാണ് ഷിംല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൽസാറിൻ്റെ ഇൻട്രോ ചെയ്തിട്ടുള്ളത് നമ്മൾ ലഡാക്കിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ തന്നെ ഒത്തിരി ലൊക്കേഷൻ ഉണ്ട്. ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചലഞ്ചായിരുന്നു. ഇപ്പം നമ്മളിപ്പം എല്ലാ സിനിമയ്ക്കും ലൊക്കേഷൻ കണ്ടുപിടിക്കുക ചലഞ്ച് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സിനിമകൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മളൊരു കേരളത്തിലൊരു സബ്ജക്റ്റ് ഉണ്ടാവുക, അപ്പോൾ ആ കേരളത്തിൽ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടുത്തുക. അപ്പം ചിലപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാംഗ്ലൂർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിരിക്കാം, അങ്ങനെ ചിലപ്പോൾ ഒരു കണക്ഷൻ കൂടി വരും. അപ്പം അത്രയൊക്കെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യ വരുമ്പോൾ ചിലപ്പോൾ ദുബായ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കൺട്രി അങ്ങനെ, അല്ലെങ്കിൽ ആ കൺട്രിയിലെ ഉള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കുക ഒരുപാട്.
ഇപ്പൊ പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ കറക്റ്റ് ആഗ്രഹിച്ച കാര്യം തന്നെ കയ്യിൽ കിട്ടണം. അപ്പം അത് ഈ പറഞ്ഞ ആർട്ട് ഡയറക്ടറും കൂടെ ആകുമ്പോൾ ഒരുപാട് ലൊക്കേഷൻ കണ്ടുപിടിക്കും. അത് അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് സംബന്ധിപ്പിച്ചെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു വേറെ എന്താ നമ്മളിപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും എന്താണ് അതിൻ്റെ ഒരു നമ്മൾ ഇമാജിൻ ചെയ്യലോ. നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അത് വേണ്ടത്, ആ ലൊക്കേഷൻ ഇങ്ങനെയാണ് വേണ്ടത്. അതിലിപ്പോൾ ഒരു വീടാണെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ലൊക്കേഷൻ ഇപ്പോൾ ഒരു പെട്ടിക്കടയാണെങ്കിൽ പോലും നമുക്ക് ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുക അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഡയലോഗ് അടിക്കുക, അതിനുള്ളൊരു അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിയും ശരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൊക്കേഷൻ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തുമ്പോൾ നമുക്ക് അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൺവിൻസിങ് ആണ്. അപ്പോൾ അതോടുകൂടി അത് ഓക്കെ ഉണ്ട്, സംഭവം വർക്ക് ചെയ്യാൻ പറ്റും, ഇത് സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ തന്നെയാണ് ചോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് സെറ്റ് ഇടുമ്പോൾ അത് പ്രൊഡക്ഷൻ എത്രത്തോളം കൺവിൻസിങ് ആവും, എത്രത്തോളം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എല്ലാവരും. അപ്പോൾ എങ്കിലും ഇത്രയും ഈ ലൊക്കേഷൻ നോക്കി ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ലൊക്കേഷൻ ഏതാ? ഖർഗോഷ് തന്നെയാണ് എനിക്ക്. ആ സെറ്റ് എങ്ങനെയായിരുന്നു? കാരണം ഇപ്പം നമ്മൾ ഇതുവരെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി എന്നിട്ട് ചെന്നൈയിലേക്ക് മാറ്റിയത് ആ ഒരു ലൊക്കേഷൻ നമ്മളത് മറ്റേ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ ചെയ്യാനുള്ള മറ്റേ ഇപ്പം ഖർഗോഷ് ഇറാഖ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡെസേർട്ട് ഫീലുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലം നമ്മളിപ്പം ഇവിടെ ഇപ്പം രാജസ്ഥാനിലൊക്കെ ഉള്ളൂ സംഭവം. പക്ഷേ അപ്പം ഔട്ട് ഓഫ് ഇന്ത്യ ചെയ്താലോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നപ്പം അത് നമുക്ക് കംഫർട്ട് ആവാതെ വരികയും നമ്മളപ്പോൾ പക്ഷേ ഞാൻ ഇതിന് പാരലി ഇതിനൊരു ലൊക്കേഷൻ ചെന്നൈയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ നമ്മൾ വേറെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഇപ്പം ഈ ഓൾ ഇന്ത്യ നമ്മൾ ഈ സ്ഥലം ലൊക്കേഷൻ നോക്കുന്ന സമയത്തും ഇതിന് പറ്റിയൊരു സ്പേസ് എന്ന് വെച്ചാൽ എങ്ങനെ പോലും നമുക്കൊരു ഈ ലെങ്തി ഒരു റോഡ് ഉണ്ടായിരിക്കണം, അതിൻ്റെ സൈഡിൽ ബിൽഡിങ് പണി അത്രയും. ബാക്കിയുള്ള നമ്മൾ എക്സ്റ്റൻഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ ചർച്ച് ഉണ്ടായിരിക്കണം, അതിൻ്റെ എഡിറ്ററിൽ ഒരു ചർച്ച് വേണം, ചർച്ചിൻ്റെ ഇൻറ്റീരിയർ വേണം, ഇൻറ്റീരിയർ സീനുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് ലെങ്ത്തിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല സംഭവം. അല്ലെങ്കിൽ അപ്പം നമ്മൾ പല സ്ഥലത്തും കൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് പലപ്പോഴും ഗ്രൗണ്ട് മാത്രമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ് ഇടണം. നമ്മുടെ സെറ്റിന് സപ്പോർട്ടായിട്ടുള്ള ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ അങ്ങനെ പല സ്റ്റുഡിയോസിലും മറ്റേ പല ആളുകളുടെ സെറ്റുകളൊക്കെ പോയി നോക്കിയിട്ടുണ്ട് എങ്ങനെ ഇത് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ, കരഘോഷമാക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ സമയത്താണ് നമ്മളിങ്ങനെ ഈ ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയും ഈ സ്ഥലം കാണുകയും അപ്പോൾ നമ്മൾ ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ ആ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ പുറകിലേക്ക് നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഇങ്ങനെ ലെങ്ത്തിൽ. അപ്പോൾ അത് വർക്കാവും വന്നു. അപ്പോൾ ഞാൻ അവിടെ തോന്നുന്നു നമുക്ക് ഇവിടുത്തെ ആലോചിക്കാൻ സംഭവം. അങ്ങനെ പിന്നെ ഡയറക്ടർ രാജേന്ദ്രനെ ഫോൺ ചെയ്ത് പുള്ളിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ആലോചിക്കാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് വന്നൊരു സീനായിരുന്നു ലാലേട്ടൻ്റെ എൻട്രി. അതിൽ 3 ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അത് സെറ്റ് ഇട്ടതാണെന്ന്. ഹെലികോപ്റ്റർ 2 എണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ആംഗിൾ ഇങ്ങനെ വരുന്ന സമയത്ത് 2 ഹെലികോപ്റ്റർ കാണുന്ന സമയത്ത് 2 നമ്മൾ ഒറിജിനൽ തന്നെ കാണിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കാണിക്കുന്ന സമയത്ത് 2 ഹെലികോപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. വെച്ചാൽ നമ്മൾ ഈ ഹെലികോപ്റ്റർ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവരും. പിന്നെ അത് ലാൻഡിങ് ഉൾപ്പെടെ നമ്മൾ ഇപ്പം വന്ന് ഫയറിങ് എയറിൽ നിന്ന് ഫയർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ക്രെയിനിൽ ഹാങ് ചെയ്തിട്ട് അതിനകത്ത് ആ പ്രൊപ്പല്ലർ മാത്രം ആ സമയത്ത് നമ്മൾ ഗ്രാഫിക്കലി ആഡ് ചെയ്ത് കൊടുക്കും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൊപ്പല്ലർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്, ഗ്രാഫിക്സ് ഇല്ല. പിന്നെ ഈ ഹെലികോപ്റ്റർ ഈ പറഞ്ഞ ഉണ്ടാക്കാൻ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്? ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട്. അതിപ്പം പുറത്തു വിടുന്നില്ല. നമ്മളത് ഹെലികോപ്റ്റർ പെരുമ്പാവൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പെരുമ്പാവൂർ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. നമുക്കത് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ലഡാക്കിലാണ് ഷൂട്ട്. അവിടെ ഭയങ്കര തണുപ്പ്. പിന്നെ ഇതിന് വേണ്ട ആക്സറീസ് സാധനങ്ങളെല്ലാം കൂടി അവിടെ എത്തിക്കുക എന്ന് പറയുന്ന സാധനം. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മേടിക്കാൻ വേണ്ടി ചിലപ്പം അടുത്തൊരു സിറ്റി ഇവിടെ അതിനുള്ള പിന്നെ തണുപ്പത്ത് വർക്ക് ചെയ്യാന്ന് പറയാൻ തന്നെ അത്രയും ഈസി അല്ലല്ലോ. എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ? 45 days. കറക്റ്റ് 40 days. ഇതെങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഇത്രയും വലിയൊരു, അതായത് പെരുമ്പാവൂരിൽ നിന്ന് എത്തിച്ചാൽ പെരുമ്പാവൂർ ചെല്ലുന്നില്ല. നമ്മൾ മറ്റേ അതിനകത്തൊരു കോൺവോയ് ഉണ്ട്. മറ്റേ ആ ബ്ലാസ്റ്റിങ്ങും ഫയറിങ്ങും നടക്കുന്ന ഒരു കോൺവോയ് ഉണ്ടല്ലോ. ഒരു 2 ട്രക്ക് ഉണ്ട് അതിനകത്ത്, 4-5 പജറോ ഒക്കെ വെച്ചിട്ടുള്ള മറ്റേ അവർ അതിനകത്ത് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന പജറോ എല്ലാം ബ്ലാസ്റ്റിംഗ് ഈ ട്രക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രക്ക് 2 നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. മറ്റേ കൊച്ചിയിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം നമ്മൾ ആൾട്ടർ ചെയ്താണ്. അപ്പോൾ നമ്മളതെല്ലാം പെരുമ്പാവൂർ വെച്ചിട്ട് അത് എല്ലാം ആൾട്ടർ ചെയ്ത് അതിൻ്റെ ഇതെല്ലാം ഫിക്സ് ചെയ്തെല്ലാം സെറ്റായി കഴിഞ്ഞു. അത് എല്ലാം ഫുൾ അഴിച്ചിട്ട് നമ്മൾ നേരെ ഇത് ട്രക്കിൽ ലോഡ് ചെയ്തു. അതിന് കൂടുതൽ ഹെലികോപ്റ്ററിൽ ലോഡ് ചെയ്തു. ഹെലികോപ്റ്ററിൽ ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം നേരെ 2 വണ്ടിയും കൂടി അങ്ങോട്ട് വിട്ടു. അതിനിടയ്ക്ക് പിന്നെയും ട്രാവൽ ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ടായി. അതിൽ മണാലിയിൽ എത്തി കഴിഞ്ഞപ്പോൾ ലോറി വലിക്കുന്നില്ല, ലോഡ് എടുക്കുന്നില്ല. അപ്പോഴേക്കും സ്നോ വീണ് തുടങ്ങി. പിന്നെ വണ്ടി പോകില്ല എന്ന് പറയുന്നത് അവിടുന്ന് വേറെ വണ്ടിക്ക് അൺലോഡ് ചെയ്ത് വേറെ ഒരു, അപ്പോഴേക്കും ഡൽഹിയിൽ ഷൂട്ട് തുടങ്ങേണ്ട സമയമായി. ഇത് ലഡാക്കിൽ പോയിട്ട് തിരിച്ചു വന്ന് ഈ വണ്ടി ട്രക്ക് ഡൽഹിയിൽ ഷൂട്ട് ചെയ്യണം. പിന്നെ അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ ഡൽഹി വെച്ച് അൺലോഡ് ചെയ്തിട്ട് വേറെ ഇതിൽ വിട്ടു.
പിന്നെ മണാലിയിൽ വെച്ചിട്ട് ഒരു ട്രക്ക് മണാലിയിൽ എത്തിയായിരുന്നു. അപ്പോൾ മണാലിയിൽ വെച്ചിട്ട് അൺലോഡ് ചെയ്തിട്ട് വിട്ടിട്ട് തിരിച്ചു വിട്ടു. കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ച് കഷ്ടപ്പാടും BP അടിച്ച് ഹോസ്പിറ്റൽ ലെവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് റിയൽ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വിചാരിച്ച റിയൽ ഹെലികോപ്റ്റർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയില് ശരിക്കും നിങ്ങൾ നമ്മളെ എല്ലാ ഇപ്പം ഗുജറാത്തിലെ സെറ്റ്, പിന്നെ ഷിംലയില് ലക്ഷ തൊയ്ബ എന്ന് പറയുന്നത്, അത് പിന്നെ കലാപം നടക്കുന്ന റായിട്ട് നടക്കുന്ന സ്ട്രീറ്റുകൾ, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. എനിക്ക് സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വരുന്ന ഒരു ഫോറസ്റ്റിലൊരു എൻട്രി ഉണ്ട്. അതിപ്പം പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു ഗംഭീര സീനായിരുന്നു. കാരണം തിയേറ്റർ ഇളക്കി മറിച്ചൊരു സീനായിരുന്നു. അതിൽ മിന്നൽ വന്ന് ഒരു മരത്തിന് തീ പിടിക്കുന്നുണ്ട്. അതിൽ L ഷേപ്പിൽ കറക്റ്റ് താഴെ വരുന്ന ഒരു സീൻ. അതെങ്ങനെയാണ് നമ്മളിപ്പം സ്ക്രിപ്റ്റിലുണ്ട്. നമുക്ക് ആ സീൻ നടക്കുന്നതിനിടയ്ക്ക് ഒരു എന്താ പറയുക, ഇടിമിന്നലുണ്ടാവുകയും അതിന് മരത്തിന് തീ പിടിക്കുന്നു, ആ ഫയർ അതിന് താഴത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സീനിൻ്റെ എൻഡിൽ നമുക്കൊരു ബ്രാഞ്ച് പൊട്ടി താഴേക്ക് വീഴുന്നു. അപ്പോൾ ഫയർ എല്ലാവുന്നു എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫൈബറാണ്, ഫൈബറിൻ്റെ ഫയർ പ്രൂഫ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ മരം ചെയ്തു. അതിൻ്റെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാർ അതിനകത്ത് ഗ്യാസ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഫയറിങ്. അതാണ് ഒരേ സമയത്ത് ഓരോ മെഷർമെന്റിൽ നമുക്ക് ഫയർ കിട്ടാനുള്ള കാരണം. അതെവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ആ ഫോറസ്റ്റ് എവിടെയായിരുന്നു? ഫോറസ്റ്റ് പാലക്കാട് ഏരിയയിലാണ്. അത് ഷൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു? നമ്മളതിനകത്ത് കുറച്ച് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഫോറസ്റ്റിന് നമുക്ക് ആ ഗ്രൗണ്ട് ഫൈറ്റ് നടക്കണം, അവിടേക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സ് എത്തണം, പല എക്യുപ്മെൻറ്റ്സും എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ റോഡ് ആക്സസ് വേണം, നൈറ്റാണ്, ലൈറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് മരങ്ങളുടെ കുറവുണ്ടായിരുന്നു. കുറച്ച് മരങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് മരം ഉണ്ടാക്കലും ഇതെല്ലാം കൂടെ എനിക്കൊരു 1 month സമയം എടുത്തിട്ടുണ്ട്. ഈ ഒരു മരം, പിന്നെ അതിൻ്റെ ലീഫ് സെറ്റിങ്ങും, ലീഫ് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. പിന്നെയും നമ്മളല്ലാതുള്ള ഈ കുറച്ച് വള്ളിപ്പടർപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ വള്ളിപ്പടർപ്പ് വെട്ടിവെക്കുകയും പല നമ്മൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു ഒരു 15-16 ദിവസത്തെ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിൽ L നമുക്ക് കാണാൻ പറ്റും. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്, ഡയറക്ടർ എങ്കിൽ അത് എവിടെ വരണം? ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ബ്രില്യൻസ് ആണ്, ബ്രില്യൻസ് തന്നെയാണ്. അതേപോലെ വില്ലന്റെ ഒരു എൻട്രി സമയത്ത് ഒരു കുതിരയിൽ തീ പിടിക്കുന്ന ഒരു ഗ്രാഫിക്സ് ആണ്. നമ്മളൊരു കട്ടൗട്ട് ഗ്രീൻ അടിച്ചിട്ട് നമ്മൾ ആ മൂവ്മെന്റ് മാത്രം ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി അത് ബാക്കി കുതിരനെ ഒരിക്കലും നമുക്ക് തീ പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പാവം കുതിര, കുതിരനെ നമ്മളത് ഗ്രാഫിക്സ് ചെയ്തതാണ്. അതേപോലെ ഒരു മെൻ ബ്ലാസ്റ്റിംഗ് സീനും കൂടി ഉണ്ട്. അതൊരു CG തന്നെയായിരുന്നോ? അല്ല, അത് നമ്മള് പ്രോസ്പെക്ടിങ് ടീംസ് ഉണ്ട്. അവര് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കറക്റ്റ് നമ്മുടെ ആർട്ടിസ്റ്റിനെ തന്നെ നിർത്തിയിട്ട് മോൾഡ് എടുത്തിട്ട് അതൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ മീറ്റും ഇതൊക്കെ ബ്ലഡും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്താണ് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗ്രാഫിക്സ് ഇല്ല. ലാലേട്ടന്റെ പല സീനുകളായാലും രാജേട്ടന്റെ പല സീനുകളായാലും നമുക്ക് പല ബാക്ക്ഗ്രൗണ്ടിലുള്ള പല സീനുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം നിന്ന് പോകും. ആ രീതിയിലാണ് ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം 2019 നമ്മുടെ ആദ്യം പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 2025. ഇപ്പം ഇതിനിടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും എമ്പുരാന് വേണ്ടി എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? എമ്പുരാന് പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഈ 5-6 വർഷത്തിനിടയ്ക്ക് വേറെ എമ്പുരാനെ കുറിച്ചുള്ള ചർച്ച കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ 2018 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുള്ളി വിളിച്ചു, ഡയറക്ടർ വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഷൂട്ടിലാണ്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാണാമെന്ന് പറയുന്നു. അങ്ങനെ പുള്ളിനെ പോയി കാണുന്നു. അപ്പം പുള്ളി ഇതിൻ്റെ ഒരു പരിപാടി ഇങ്ങനെ പറയുന്നു, ഒരു ചെറിയ പരിപാടിയാണ്, ചെറിയ സിനിമയാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യലേന്ന് നമുക്ക് ചെയ്യാം, നോക്കാം. അപ്പം അടുത്ത പരിപാടി നമ്മുടെ ഈ 2018 കഴിഞ്ഞാൽ എമ്പുരാനിലേക്ക് ഇറങ്ങാം എന്നുള്ള തീരുമാനം എടുക്കുന്നു. 2018 കഴിഞ്ഞു, നേരെ എമ്പുരാൻ്റെ ലൊക്കേഷൻ നോക്കൽ തുടങ്ങി. ആ സ്ക്രിപ്റ്റ് കിട്ടിയതിന് മുതൽ ഉള്ള പ്രിപ്പറേഷനാണ് നമുക്ക്. പിന്നെ നമ്മൾ കരഘോഷിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഹെലികോപ്റ്ററിനെ കുറിച്ചിട്ടും അതിൻ്റെ ലൊക്കേഷനെ കുറിച്ചിട്ടും. അപ്പം ഇതൊക്കെ പല ലൊക്കേഷൻ നമ്മളിപ്പം ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് സെനഗൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ക്രൂ, ഫയറിങ് പരിപാടി, ബോംബ് ബ്ലാസ്റ്റിങ്, ഇത്രയും വലിയൊരു ക്രൂവിനെ വെച്ച് അവിടെ കൊണ്ട് അക്കോമഡേറ്റ് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ടു എക്സ്പെൻസീവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അതെവിടെ? അപ്പോൾ അത് അന്വേഷിച്ച് ഞങ്ങൾ 2 തവണ 3 തവണ ട്രാവൽ ചെയ്തു ലഡാക്കിലേക്ക്. ആദ്യം ഒന്ന് പോയി ലഡാക്ക്. ഞാൻ ഇപ്പം ഡയറക്ടർക്കാണെങ്കിലും ഒരു ചോയ്സ് നമ്മൾ ഓക്കെ ആയിരുന്നു. അതായത് ഞങ്ങൾ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമ ടിയാൻ്റെ ഒരു 1-2 റെഫറൻസ് ഫോട്ടോസ് ഞാൻ അയച്ചു. ഈ ഒരു മൂഡ് പിടിച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് പെർഫെക്റ്റാണ് ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കി. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം അവിടെ ഈ ബ്ലാസ്റ്റ് നടക്കണം, ഒന്നാമത് മിലിറ്ററി ഏരിയ ആണ്. അപ്പോൾ അതിനെ പറ്റിയൊരു സ്ഥലം ഇങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് അത്. എത്ര പേരുടെ ഒരു ടീമായിരുന്നു ശരിക്കും ആർട്ടിലുണ്ടായത്? ആർട്ടിൻ്റെ ഒരു പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കും ആ ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
ഇപ്പോൾ ചിലപ്പം 400 പേര് വരെ വന്നിട്ടുള്ളൊരു സീക്വൻസുകൾ ഉണ്ടായിട്ട് ചില നമ്മൾ സെറ്റ് വർക്കുകൾ നടക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പോൾ 5 പേര് 6 പേര് വെച്ചിട്ടുള്ള ഷൂട്ട് നടന്നിട്ടുണ്ട്. ചിലപ്പം ഇപ്പോൾ കൊച്ചി ഷൂട്ടുകൾ, ട്രിവാൻഡ്രം ഷൂട്ട് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളാണ്. അവിടെ വേറെ നമുക്ക് ഇപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ കൂടുതൽ ഏരിയ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്താണ് ആളുകൾ കൂടുതൽ വേണ്ടിവരിക. പിന്നെ എൻ്റെ കൂടെ തന്നെ ഒരു നല്ല സ്മാർട്ടായിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വലിയ ടീമുണ്ട്. എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു ശരിക്കും എമ്പുരാൻ? 28 മാസം, 2 വർഷം 2 മാസത്തോളം എടുത്തിട്ടുണ്ട്. 4 മാസത്തോളം എടുത്തിട്ടുണ്ട്. 28 മാസം. ഈ എമ്പുരാനിൽ ഉപയോഗിച്ച തോക്ക് തന്നെയാണോ ബോബി നമ്മുടെ ലൂസിഫറിലെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക്? അല്ല, ലൂസിഫറിൽ ഉപയോഗിച്ച തോക്കാണ് എമ്പുരാനിൽ ഉപയോഗിച്ചത്. അങ്ങനെ തിരിച്ചു പറ, സെയിം തോക്ക് തന്നെയാണ്. അതിലൊരു സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, വില്ലന്മാരെ കൊല്ലാൻ സെയിം തോക്ക്? അല്ല, അത് കെയുടെ തോക്കാണ്, ഖുറേഷി ഇബ്രാഹിമിന്റെ തോക്കാണ്. ഇപ്പം L2 കണ്ടിട്ട് L3ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പല സർപ്രൈസും വെച്ചിട്ടാണ് L2 അവസാനിക്കുന്നത്. L3നെ കുറിച്ചിട്ട് പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. അതിൽ എൻ്റെ സ്ക്രിപ്റ്റ് പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. മുരളിച്ചേട്ടൻ്റെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയാം അതിനെക്കുറിച്ച് ഒന്നും ആയിട്ടില്ല. സമയം എടുക്കും. അതൊക്കെ സംസാരിച്ചിട്ട് പോലില്ല. ഇല്ല, ഒന്നും സംസാരിച്ചില്ല അതിനെക്കുറിച്ചിട്ട്. അതിനെക്കുറിച്ചൊന്നും എൻ്റെ L3 പ്ലാനുണ്ട്, പക്ഷേ അത് അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്ലാനും ഒന്നും പുറത്തോട്ട് അവർക്ക് രാജേട്ടൻ അറിയാവുന്ന പോലും എനിക്കറിയത്തില്ല. അത് പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണത്. പക്ഷെ ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പം ഈ L3 വരുന്ന സമയത്ത് ഇപ്പം എൻഡിങ്ങിൽ ഒരു ലാലേട്ടൻ്റെ ഒരു ചെറുപ്പകാലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും L3യിൽ ആ ലൊക്കേഷൻ. അപ്പോൾ എക്സൈറ്റ്മെന്റ് ആണോ L3 ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഇതുപോലെ ഒരുപാട് കാണാത്ത കാര്യങ്ങൾ ചെയ്യും. സിനിമ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ വേറൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഉജ്ജയിനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്ലാനിങ് ആണ്. അത് ചിലത് ഉജ്ജയിനി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മധ്യപ്രദേശിലുള്ളൊരു സ്ഥലമാണ്. ONV സാർ എഴുതിയിട്ടുള്ള കവിതയെ ആസ്പദമാക്കിയിട്ട് ഹരിഹരൻ സാർ ചെയ്യുന്നൊരു സിനിമയാണ്. നമ്മുടെ വേണുകുന്നപ്പള്ളി സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ. നമ്മളാ സിനിമ എങ്ങനെ ചില 2000 വർഷം പുറകിലാണ്. അത് അത്രയും ഹിസ്റ്ററി ആയിട്ടുള്ളതാണ് വിക്രമാദിത്യനും കാളിദാസനും. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ അതിനുള്ള പറ്റിയ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഷൻ പിടിച്ച ജോലിയേ അല്ല. ചില നമ്മളതിനെ പ്രിപ്പയർഡ് ആവാന്നുള്ളതാണ്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. പ്രീ പ്രൊഡക്ഷൻ എത്രത്തോളം നമ്മൾ എന്താ പറയുക ഫ്ലെക്സിബിൾ ആവുന്നോ അത്രത്തോളം നമുക്ക് ഈസി ആയിരിക്കും നമ്മുടെ ഷൂട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു പ്ലാനിങ്ങോ ഒന്നും പാടില്ല. അവിടെ വന്ന് ഷൂട്ട് മാത്രമേ പാടുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് ഒരു വലിയ ക്രൂ ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ അവിടെ വന്നിട്ട് രാവിലെ വന്ന് ഡിസ്കഷൻ നടക്കുക, എന്നിട്ട് അതങ്ങനെയല്ല അതിങ്ങനെയല്ല അങ്ങനെയാണ്, ആ പരിപാടിയൊക്കെ നമ്മൾ എല്ലാം പ്രീ പ്രൊഡക്ഷനിൽ മാറ്റി വെച്ചോളണം. ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓൺലി ഷൂട്ടിംഗ് പ്രോസസ്. ഇപ്പം രാജചേട്ടൻ ഇപ്പം എന്തായാലും അദ്ദേഹം തീരുമാനിക്കും ഇതുപോലെ തന്നെ വേണം, അതുപോലെ തന്നെ നടത്തുകയുള്ളൂ. എങ്കിലും ഡയറക്ടർ ചിന്തിക്കുന്ന ഒരു പൊടി മുകളിൽ ആർട്ട് ഡയറക്ടർ ചിന്തിച്ചതിൽ ഡയറക്ടർ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏത് സീനായിരുന്നു അത്? അല്ല, എല്ലാത്തിലും എന്താ വെച്ചിട്ടുണ്ടെന്നറിയാം, നമ്മൾ ഇപ്പം ഒരു സെറ്റ് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെറ്റ് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ കളേഴ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു ആർട്ട് ഡയറക്ടറുടെ ജോലിയാണത്. ഇപ്പം ഞാൻ പുള്ളിയുടെ കൂടെ 3 സിനിമയും വർക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ലൂസിഫറും ബ്രോഡാഡിയും എമ്പുരാനും. അതിനു മുൻപ് 2 സിനിമ ഞാൻ കണ്ടിന്യൂസ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് ചെയ്യാൻ സമയത്താണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. ഞാനൊന്നും പ്ലാൻ ചെയ്യില്ല. പുള്ളി ഇപ്പം നമ്മളെ വയ്ക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ തന്നെ വെച്ചിട്ടൊന്നും നമുക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം കഴിഞ്ഞ സമയത്ത് പുള്ളി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ സിനിമയ്ക്ക് എങ്ങനെയാണോ ഒരു ആർട്ട് ഡയറക്ടറുടെ കൂടെ നിങ്ങൾ നിന്നത് അതേപോലെ തന്നെ എനിക്കൊരു ആർട്ട് ഡയറക്ടർ അതേമാതിരി തന്നെ നിൽക്കണം എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. പിന്നെ ആ ഒരു പുള്ളി ഒരു ടെക്നീഷ്യനെ എപ്പോഴും ഒരു ഡയറക്ടർ ഫിക്സ് ചെയ്യുന്നത് അയാളുടെ ഒരു വർക്ക് ക്വാളിറ്റി കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്വാളിറ്റി ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വർക്ക് സ്റ്റൈൽ പുള്ളിക്ക് ഓക്കെയാണ്, അതാണ് പുള്ളിക്ക് വേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടിരിക്കുക. അതേ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ സിനിമകൾ വന്നാലും. അല്ല, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ ഇപ്പം ഒരു 500 കോടിയുടെ പടം ചെയ്യുകയാണെങ്കിലും കേരളത്തിൽ ഒറ്റ ലൊക്കേഷൻ ആണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് കേരളത്തിൻ്റെ ഒരു ഇത്രയും ഓടിയാൽ മതി നമുക്ക്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം കൊച്ചിയിലെ ഷൂട്ട്, ട്രിവാൻഡ്രത്തെ ഷൂട്ട്, വണ്ടിപ്പെരിയാർ ഷൂട്ട്, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ കൊച്ചിയിലെ ഷൂട്ട്, ഹൈദരാബാദ് ഷൂട്ട്, ബോംബെ ഷൂട്ട്, ഡൽഹി ഷൂട്ട്, ഷിംല ഷൂട്ട്, ലഡാക്ക് ഷൂട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓടിയെത്താന്ന് പറഞ്ഞാൽ ചിലന്തറിയോ കണ്ടിന്യൂസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ചില നാളെ ഷിംല, മറ്റന്നാൾ ലഡാക്ക്, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഡൽഹി എന്ന് പറയുന്ന സമയത്ത് നമുക്കത് കോർഡിനേറ്റ് ചെയ്ത് അവിടെ എല്ലായിടത്തും സെറ്റ് ഉണ്ടാകുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ ഇച്ചിരി പണിയാണ്. എന്ന് വെച്ചാൽ അത് നല്ലപോലെ എക്സ്പെൻസീവ് ഫ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ സെറ്റിലൊക്കെ അത് മാനേജ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലൂസിഫറിൽ കണ്ട പള്ളി നമുക്ക് എമ്പുരാനിൽ കാണാൻ പറ്റും, അത് സെറ്റ് ഇട്ടതാണോ? അല്ലല്ല, അത് ലൂസിഫറിൽ ഉപയോഗിച്ച അതേ സെയിം പള്ളി നമ്മൾ അത് കറക്റ്റായിട്ട് ആരാധനയൊക്കെ നടക്കുന്ന ഒരു ചർച്ച ആയിരുന്നു. അത് കുറച്ചൊരു
ഡാമേജ് ഉണ്ടായിരുന്നു ആ പള്ളിക്ക് ആ സമയത്ത്. അപ്പം നമ്മളതിൻ്റെ ഡാമേജ് എല്ലാം മാറ്റി അത് ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പം അവർ സമ്മതിച്ചു. അങ്ങനെ നമ്മളത് നമ്മുടെ ഷൂട്ടിൻ്റെ അനുയോജ്യമായ രീതിയിലാക്കി വീണ്ടും അത് അവർക്ക് പള്ളി നല്ല പുത്തനാക്കി കൊടുത്തു. യൂട്യൂബിലൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, ആശീർവാദ് എൻ്റെ പള്ളി പണിതതും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ എൻ്റെ എമ്പുരാനിൽ ആ പള്ളി ആവശ്യം വന്നപ്പോൾ വീണ്ടും അവരെടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തു, വീണ്ടും അവർ അനുമതി തന്നു. അപ്പം ഇപ്പം നമ്മൾ ഓട് മാറ്റിയിട്ട് അതിന് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു, ടിൻ ഷീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ടിൻ ഷീറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇറാഖിൽ നമ്മൾ കാണുന്ന ഒരു പള്ളി ഉണ്ടല്ലോ, അതിലിപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ വെക്കണം, ഇത്രയും വലിയ ക്രൂകൾ അതിൽ ആൾക്കാർക്ക് ഉൾപ്പെടുത്തണം, അതൊക്കെ ആർട്ട് ഡയറക്ടർ വേണം ഇത്രയും സ്പേസ് ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അല്ല, നമുക്ക് ചില ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ ആ ഡോറിൽ നിന്ന് ഇത്ര നേരമുള്ളൊരു വാക്കിങ്, അതൊരു ഇപ്പം അതിനകത്ത് ഒരു നരേഷൻ പോകുന്നുണ്ട്. ആ നരേഷനകത്ത് ആ മറ്റേ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ ഇതിലൂടെ പോയിട്ട് മറ്റേ ആ ഡബിളിൽ നിന്ന് എഴുതി എല്ലിലേക്ക് പോയി അവസാനിക്കുന്ന അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ആ സ്ക്രിപ്റ്റിലുണ്ടത്. അത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ലെങ്ത്ത് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പം എന്നിട്ട് അതിന് ശേഷം നമ്മൾ മറ്റേ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഒന്നുകൂടി കൺഫേം ചെയ്യും ഡയറക്ടറോട്. നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് മതിയോ അല്ലെങ്കിൽ ഇത്ര വേണോ, അല്ലെങ്കിൽ ഇത്ര വേണ്ട, അല്ലെങ്കിൽ ഇത്ര മതി എന്നുള്ളത് അവിടെ നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മിനിയേച്ചറിൽ എല്ലാ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അതിനകത്ത് മറ്റേ ആ മിഷേൽ മെനു നടന്നു പോകാനുള്ള ആ ഒരു ഇതും അവിടെ ഹൈഡ് ചെയ്യുന്നതും അതിൻ്റെ ഓരോ സാധനങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്. അത് മിനിയേച്ചർ കണ്ട് ഡയറക്ടർ കണ്ട് കൺഫേം ചെയ്ത്, ക്യാമറമാൻ കണ്ട് കൺഫേം ചെയ്ത്, പ്രൊഡ്യൂസർ കണ്ട് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പണികൾക്ക് ഇറങ്ങുന്നത്. എത്ര ഏക്കറിലായിരുന്നു ആ ഒരു സ്ഥലം? അത് ഏക്കർ എന്ന് വെച്ചാൽ ലെങ്ത് ആയിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ ബിലോ ഉണ്ടായിരുന്നു ലെങ്ത് അതിന്. പള്ളിയുടെ ഇൻറ്റീരിയർ ഇല്ലാതെ എക്സ്റ്റീരിയർ വെച്ചിട്ട് മാത്രം ഇൻറ്റീരിയർ 200 ഫീറ്റ് ബിലോ. എംബ്രാനിലൊരു ടൈലിൻ സീൻ ഉണ്ട്, അപ്പം അത് എത്രമാത്രം ആർട്ടാണ്, അതോ ഒറിജിനൽ ആണോ? ഓയിൽ റിഗിൻ്റെ ഒറിജിനൽ ഓയിൽ റിഗ് തന്നെ അബാൻഡൻ ആയിട്ട് അവിടെ തന്നെ സ്റ്റുഡൻസിനും ഒക്കെ അവർ റെഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ആണത്. പല ടൂറിസ്റ്റുകളൊക്കെ വന്ന് കാണാറുള്ള ഒരു ഓയിൽ റിഗാണ്, ആളുകൾക്ക് കാണാൻ പെർമിഷനുള്ള ഒരു ഓയിൽ റിഗാണത്. നമുക്ക് വേണ്ടതും ഒരു അബാൻഡൻ ആയിട്ടുള്ള ഒരു ഓയിൽ റിഗ് ആയിരുന്നു. അത് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് ലീക്ക് ഇല്ലാതെ ഒരു ഇൻറ്റീരിയർ സ്പേസ് ഡാർക്ക് റൂം ആയിരിക്കണം എന്നുള്ള. പിന്നെ ഒരു ലൈറ്റ് അങ്ങനെ ഒരു ഫാനൊക്കെ വെച്ചിട്ട് ഫേഡ് ചെയ്ത് പോകുന്നൊരു ചെയ്യുന്നത്. അതങ്ങനെ കുറച്ച് ചെറിയ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം L3ക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം L2 ഇത്രയും കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ L3യിൽ നിങ്ങൾ എന്താണ് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾക്കായിട്ട് എന്താണ് മുരളിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ പണിപ്പുരയിൽ പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് L3ക്ക് വേണ്ടിയിട്ട്. ഇപ്പം ലാലേട്ടൻ ഇൻട്രോ സീനിൽ വരുന്ന 2 ഹെലികോപ്റ്റർ, 3 2 അത് ആളുകൾക്ക് വന്ന് നേരിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കും? അത് എനിക്ക് തോന്നുന്നു തീർച്ചയായും നടക്കുന്നതാണ് തോന്നുന്നത്. ആശീർവാദിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അന്നച്ചേട്ടൻ്റെ പെരുമ്പാവൂർ ഇരിക്കുന്നുണ്ട് 2 ഹെലികോപ്റ്ററും. പക്ഷെ അതിപ്പോൾ എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. പാർട്സ് ആയത് ചില ഫുൾ സെറ്റ് ചെയ്യണം. ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യം ആളുകൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ആശീർവാദിനെ കോൺടാക്ട് ചെയ്താൽ നടക്കുന്ന. അപ്പം എന്തായാലും ഇതിനെക്കാട്ട് ഗംഭീരമായിട്ട് തന്നെ L3 ചെയ്യാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.